തോമസ് ലീഗയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രീ എം പി ജോസഫും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഈ പുസ്തകത്തിലുണ്ട് ഡൗട്ടിങ് തോമസ് എന്നാണ്. ഞാൻ അതിനെതിരാണ്. സംശയാലുവായ തോമസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. എന്താ പറയുന്നത്? ഞാൻ ആ ആണിപ്പഴുത് കാണാതെ, ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കാതെ, ആ വിലാപ്പുറത്ത് കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന്. പിന്നെ അദ്ദേഹം വരുമ്പോൾ ക്രിസ്തു വരികയാണ്. വരുമ്പോൾ അദ്ദേഹം ക്രിസ്തു തന്നെ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കിയോ, എൻ്റെ വിലാപ്പുറത്ത് കൈവച്ചോ, എന്നിട്ട് വിശ്വസിച്ചോ എന്ന് പറയാണ്. ഞാൻ അതാണ് തൊട്ടുവിശ്വാസികൾ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നസ്രാണികളെ തൊട്ടുവിശ്വാസികൾ എന്ന് പറയുന്നത് തോമസ് ലീഗയുടെ അനുയായികളായതുകൊണ്ട് തൊട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതൊരു ബോധ്യമാണ്. ആ ബോധ്യം, അതിനെ നമ്മൾ സംശയം എന്ന് പറയാൻ പറ്റില്ല. താൻ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാത്രം ഇതൊരു നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ള, എനിക്കൊരു സയന്റിഫിക് ടെമ്പറുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തൊട്ട് വിശ്വസിക്കണം, അതിൽ ഒരു തെറ്റും കാണില്ല. അങ്ങനെ ഒരാളെ സംശയാലു എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.